ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ലഭിച്ച അനുഗ്രഹീത വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വചനത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ് യഥാർത്ഥ ശിഷ്യർ എന്നാണ്. ആരാണ് യഥാർത്ഥ ശിഷ്യർ? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യം എപ്പോഴും നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. യേശുവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുവാനായി ആഗ്രഹിക്കുന്നത്, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവിടുത്തെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിനൊത്ത് ദൈവരാജ്യത്തിനും നിത്യജീവനും അർഹതയുള്ളവരായി ജീവിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ഈ ലോകമോഹങ്ങളെ, ഈ ലോകത്തിൻ്റെ ചിന്തകളെ, ലൗകിക സുഖജീവിതങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കണമെന്ന്. കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ഈ ജീവനുള്ള വചനങ്ങളിലൂടെ എങ്ങനെയാണ് യഥാർത്ഥ ശിഷ്യൻ ആകേണ്ടതെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എന്നത് ഉപദേശങ്ങളെ വളരെ ആഴത്തിൽ സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്നാണ്. ദൈവവചനത്തിൽ സ്ഥിരതയുള്ള ഒരാൾക്ക് മാത്രമേ യേശുവിൻ്റെ നല്ലൊരു ശിഷ്യനാകാൻ സാധിക്കൂ. ദൈവവചനം ആഴത്തിൽ പഠിക്കുന്നതിലൂടെയും അത് മനസ്സിലാക്കുന്നതിലൂടെയും ഒരാൾക്ക് സത്യം തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്നാൽ യേശു നമ്മൾക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ സത്യം നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും വിമോചനം ലഭിക്കുന്നു. ഇവിടെ സത്യം എന്ന് ഉദ്ദേശിക്കുന്നത് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ദൈവിക വിവേകമാണ്. നിരന്തരമുള്ള നമ്മുടെ വേദപുസ്തക പഠനങ്ങളും ധ്യാനങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്ന സത്യമാകുന്ന അറിവുകൾ നമ്മുടെ മനസ്സുകളിൽ ആഴത്തിൽ പ്രവേശിക്കുന്നതിന് ഇടയാകും. യേശുവിൻ്റെ ഉപദേശങ്ങളിൽ കാണുന്ന കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ശിഷ്യത്വം നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിവാക്കപ്പെടും. യേശു ക്രിസ്തു വെളിവാക്കി തന്ന സത്യം നമ്മെ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുകയും പല പാപബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിതരാക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മളെ പാപത്തിൽ നിന്നും ഈ ലോക ചിന്തകളിൽ നിന്നും സ്വതന്ത്രരാക്കുന്നു. യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് യേശുവിൻ്റെ ഒരു നല്ല ശിഷ്യനായി തീരുവാൻ കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ ധ്യാനം ഞാനിവിടെ നിർത്തുന്നു. നമ്മളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.